വേണമെന്നോ? എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ശിഷ്യന്റെ ലക്ഷണം ഒന്ന്, നമ്മൾ തളർത്തുന്നത് അവിവേകമുള്ള മനസ്സാണെന്ന് ആക്സെപ്റ്റ് ചെയ്യണം. രണ്ടാമത്, വിവേകമുള്ളൊരു മനസ്സ് നേടാൻ വേണ്ടിയുള്ള ജിജ്ഞാസ വേണം. നമ്മൾ അതിനുവേണ്ടി മനസ്സിലാക്കണം. ഇതാണ് ആരുടെ ലക്ഷണം? ശിഷ്യന്റെ ലക്ഷണം. 125 വർഷത്തിൽ 14 വർഷമൊഴികെ കൃഷ്ണന്റെ കൂടെ നടന്ന അർജുനനേക്കാളും, ഒരുപക്ഷെ നിങ്ങൾ ഗീത കേട്ടപ്പോൾ, ഗീത കേട്ടുമല്ലോ നിങ്ങൾ, പലരും 108 ദിവസം കേട്ടിട്ടുണ്ടാവും. ആ ഗീതയിൽ ഉള്ള അർജുനനേക്കാളും അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മഹാനായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും ഉത്തമോത്തമ സുഹൃത്തായ ഉദ്ധവൻ. അർജുനനൊന്നും അടുത്തെത്തില്ല അത്രയൊന്നും. അത്ര ഡെഡിക്കേറ്റഡ്. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ എന്ത് മുൻകൂട്ടി കാണുന്നുവോ അതേപോലെ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ആളായിരുന്നു ഉദ്ധവൻ. ഭാഗവതത്തിലേക്ക് വരും, അപ്പം കാണാം നിങ്ങൾക്ക്. പിന്നെ മറ്റൊരു പ്രത്യേകത, തൻ്റെ ജീവിതം മുഴുവൻ അർപ്പിക്കപ്പെട്ടു. കൃഷ്ണൻ അഴിച്ചിടുന്ന വസ്ത്രം ആ വെളിപ്പെടുത്തി കൊടുക്കും. കൃഷ്ണൻ കഴിച്ച എച്ചിൽ പാത്രത്തിൽ ഭക്ഷണം കഴിക്കും. കൃഷ്ണൻ ഉപയോഗിച്ച വിരിയും അതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുക. എന്തിനേറെ, കൃഷ്ണന് വേണ്ടി വിവാഹ ജീവിതം, ലൗകിക സുഖം മാറ്റിവെച്ചു. ആ ഉദ്ധവര്, കൃഷ്ണന് വേണ്ടി ഗോപികമാരുടെ അടുത്ത് ദൂതിന് പോയ ഉദ്ധവര്, ആ ഉദ്ധവര് ഭഗവാൻ ശ്രീകൃഷ്ണൻ 125 വയസ്സിൽ ശരീരം ഉപേക്ഷിക്കാൻ നേരത്ത് ഉദ്ധവരെയോട് പോലും പറയാതെ, ഉദ്ധവരെ കൂട്ടാതെ ഭഗവാൻ പോയപ്പോൾ പ്രഭാസത്തിൽ വെച്ച് കാൽക്കൽ വീണുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്: അങ്ങയുടെ ഭക്ഷണം ഞാൻ കഴിച്ചു, അങ്ങേ അഴിച്ച വസ്ത്രം ഞാൻ ഉടുത്തു, അങ്ങയ്ക്ക് വേണ്ടി ജീവിത സുഖങ്ങൾ ഞാൻ മാറ്റിവെച്ചു. എന്നിട്ട് അങ്ങീ പോകുന്ന സമയത്ത് ഈ ഭക്തനോട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ കൃഷ്ണ? കഥം ഭക്താ ത്യജേമഹി. ഭഗവാനെ, ശയ്യാസനാടനസ്ഥാനസ്ഥാന ക്രീഡാസനാദിഷു കഥം ത്വം പ്രിയമാത്മാനം വയം ഭക്താ ത്യജേമഹി. നാഹം തവാംഗ്രികമലം ക്ഷണാർദ്ധമപി കേശവാം തെക്തും സമുത്സഹേനാഥ സ്വതാമനയമാമപി. ഇങ്ങനെ കാണിക്കരുത് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഉദ്ധവരോട് മുഖത്തടിച്ച പോലെ അർജുനനോട് പറയുന്നതിനേക്കാളും ശക്തമായ വാക്കുകളാണ് പറയുന്നത്. ഉദ്ധവരെ, അങ്ങ് 120ഓളം വർഷം എൻ്റെ കൂടെ ഉണ്ടായി, ശരി തന്നെ. 115ഓളം വർഷം, ശരി തന്നെ. പക്ഷെ 2 സത്യങ്ങൾ അങ്ങ് മനസ്സിലാക്കണം. ഒന്നാമത്തത്, ഒരാൾക്കും മറ്റൊരാളെ കൊണ്ടുപോകാൻ സാധ്യമല്ല. അവനവൻ തന്നെ ഉയർത്തണം. ഒരു കോംപ്രമൈസ് ഇല്ല ഇതിൽ. ഇത് കേട്ടതും ആ ഉദ്ധവര് അർജുനനെ പോലെ തന്നെ മനസ്സിലായി, തന്നെ തളർത്തുന്നത് കൃഷ്ണന്റെ വിയോഗമല്ല, തന്നെ തളർത്തുന്നത് എൻ്റെ അവിവേകമുള്ള മനസ്സാണ്. ഇത്രയും കാലം ഞാൻ കൃഷ്ണന്റെ കൂടെ ജീവിച്ചിട്ടും എന്ത് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല? വിവേകമുള്ളൊരു മനസ്സ് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഉദ്ധവര് അർജുനനെ പോലെ, അർജുനനേക്കാൾ ഒരു പടി ഭഗവാന്റെ പാദത്തിൽ തൊട്ടുകൊണ്ട് കൃഷ്ണനോട് പറയുന്നു: നാരായണം നരസകം ശരണം പ്രപദ്യേ. നാരായണം നരസകം ശരണം പ്രപദ്യേ. ആ പരമഗുരുവായിരിക്കുന്ന നാരായണ, അവിടുത്തെ പാതാരവിന്ദത്തിൽ ഞാനിതാ നമസ്കരിക്കുന്നു. എനിക്കറിയില്ല എന്നെ എങ്ങനെയാണ് ഉയർത്തേണ്ടത്. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ട്. എൻ്റെ അവിവേക മനസ്സ് എന്നെ തളർത്തുന്നു. ഈ ദുരന്തത്തെ കാണാൻ, യാദവ വംശത്തിൻ്റെ നാശം കാണാൻ, ഈ ദ്വാരകയുടെ അധപ്പതനം കാണാൻ ശക്തി എൻ്റെ മനസ്സിനില്ല. അങ്ങ് ഇവിടുന്ന് വിട്ടുപോകുന്നത് കാണാൻ എൻ്റെ മനസ്സിന് ശക്തിയില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ഉയർത്താൻ ഞാനിതാ വിനീത ശിഷ്യനായി അങ്ങയുടെ പാതാരബിന്ദത്തിൽ നമസ്കരിക്കുന്നു. 115ഓളം വർഷം കൂടെ നിന്ന ഉദ്ധവരെ ഒരു ശിഷ്യനായപ്പോഴാണ് പിന്നീട് ഭഗവാൻ ഉദ്ധവർക്ക്, നമ്മൾ ഭഗവത്ഗീത കേൾക്കുന്നത് പോലെ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന ഗീതയാണ് ഉദ്ധവഗീത. ഭഗവാൻ ഉദ്ധവ ഉപദേശം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ശിഷ്യന് വേണ്ടുന്ന കഴിവുകളാണ്: ഒന്ന്, ആക്സെപ്റ്റൻസ്; രണ്ടാമത്തത്
മനസ്സിനെ ഉയർത്തണമെന്നുള്ള ജിജ്ഞാസ. ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ആധ്യാത്മികമായി ഉയരാൻ സാധിക്കും. അതുകൊണ്ട് ഭാഗവതത്തിൽ ഭക്തന്റെ ലക്ഷണം പറയുന്നത്, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഭക്തൻ എന്ന് പറയുന്നത് അമ്പലത്തിൽ തൊഴുന്നവരൊക്കെ ഭക്തന്മാരാണ് അല്ലേ? അങ്ങനെയല്ലേ? ആണോ അല്ലയോ? എന്നാൽ ഭാഗവതത്തിൽ ഭക്തന്റെ ലക്ഷണം പറയുന്നത് ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ. ഭാഗവതം ഞാൻ പറഞ്ഞില്ലേ വേദമാണ് പറയുന്നത് എന്നുള്ളത്. അപ്പം ഭാഗവതത്തിൽ പറയുന്ന ഭക്തന്റെ ലക്ഷണം ജിജ്ഞാസ. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാനുള്ള ആഗ്രഹം. വെറുതെ നമ്മൾ അറിയാനുള്ള ആഗ്രഹം എന്ന് പറയരുതേ. എന്തിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം? അയ്യോ, ഭഗവാനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേണ്ടാത്ത, ഞാൻ പറഞ്ഞില്ലേ കേട്ടതൊക്കെ മാറ്റി വയ്ക്കണം എന്ന്. അതൊക്കെ നിങ്ങൾ ആ ഉപ്പ് കയറ്റി വെച്ചു. അപ്പോഴേക്കും ഞാൻ ആ ഉറുമ്പിന്റെ കഥ അതിനാണ് ആദ്യം പറഞ്ഞത്. ഉപ്പ് മാറ്റി വയ്ക്കണം, ഉപ്പ് മാറ്റി വയ്ക്കണം എന്ന്. ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് തൻ്റെ അവിവേകമുള്ള മനസ്സിനെ നിന്നും വിവേകത്തിലേക്ക് ഉയർത്താനുള്ള, അതിനെക്കുറിച്ച് അറിയാനുള്ള, എങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചാലാണ് എൻ്റെ മനസ്സ് വിവേകത്തിലേക്ക് എത്തുക. അപ്പൊ എന്താ ഭഗവാനെ കുറിച്ചൊന്നും അറിയേണ്ട സ്വാമി? അറിയാം, ആയിട്ടില്ല, ആദ്യം ഉറപ്പിക്കൂ. ഉദ്ധവര് എന്നെ ഭഗവാനിലേക്ക് എത്തിക്കൂ എന്നല്ല പറയുന്നത്. അർജുനനതാണോ പറഞ്ഞത്? അല്ല. ഭഗവാൻ അർജുനനോട് പറയുന്നത് എല്ലാം ഭഗവാൻ നോക്കുന്നാണോ പറഞ്ഞിരിക്കുന്നത്? നീ യുദ്ധം ചെയ്തോളൂ, എവറിത്തിങ് ഐ വിൽ ടേക്ക് കെയർ എന്നാണോ പറഞ്ഞത്? അല്ല. അർജുന, നിന്റെ മനസ്സിനെ തളർത്തുന്നത് ദുര്യോധനനും ഈ ഭീഷ്മ പിതാമഹനും നിന്റെ ഗുരു ദ്രോണാചാര്യനും എന്നല്ല. നിന്റെ മനസ്സിനെ തളർത്തുന്നത് അവിടുത്തെ അവിവേകമുള്ള മനസ്സാണ്. ഉദ്ധവരോടും പറയുന്നത് എനിക്ക് അങ്ങയെ കൊണ്ടുപോകാൻ സാധ്യമല്ല, അങ്ങയെ തളർത്തുന്നത് അവിവേകമുള്ള മനസ്സാണ്. അപ്പോ ജിജ്ഞാസ എന്തിനെ കുറിച്ചാണ് വേണ്ടത്? ദൈവത്തിനെ കുറിച്ച് അറിയാൻ വേണോ? അതോ അതെന്താ സ്വാമി നമുക്ക് നേരെ ദൈവത്തിലേക്ക് പോയിക്കൂടെ? എന്തിനാ നിങ്ങൾ ഈ ഇടയ്ക്ക് വിവേകം എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കണോ? ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ ആരുടെ മനസ്സിനെ ദൈവത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ? വിവേകം എന്ന് പറഞ്ഞാൽ സമബുദ്ധിയുള്ളവരുടെ. ആ ശ്ലോകം മറക്കരുത്. ഭഗവാൻ ഉറപ്പ് പറയുന്നു, ആർക്കെന്നിലേക്ക് എത്താം? ആരുടെ മനസ്സാണോ സംനിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയാ തേ പ്രാപ്നുവന്തി മാം ഏവ. തേ പ്രാപ്നുവന്തി മാം ഏവ. മനസ്സിലാവുമല്ലോ? തേ പ്രാപ്നുവന്തി മാമേവ. അവരെന്നെ പ്രാപിക്കും. ആര്? സർവത്ര സമബുദ്ധയ. ഇതേ കാര്യം തന്നെ ഉദ്ധവരോട് പറയും. വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ മാമനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. വിഷയാൻ ധ്യായത ചിത്തം. വിഷയാൻ ധ്യായത ചിത്തം, വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചിത്തം. ഭഗവാൻ പറയുന്നു വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു. വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സ് മാം അനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. എന്നെ അനുസ്മരിക്കുന്ന ചിത്തം, നിരന്തരം സ്മരിക്കുന്ന ചിത്തം എന്നിലേക്ക് ലയിക്കുന്നു. അപ്പോ ക്രമേണ ക്രമേണ മനസ്സ് ആരിലേക്ക് ലയിക്കണം? ഭഗവാനിലേക്ക്. എന്നാൽ നമ്മുടെ യാത്ര പൂർത്തിയായി. ഇനി ഒന്ന് മുഴുവൻ പറഞ്ഞ് ഞാൻ ഉറപ്പിക്കാം. നാളെ മുതൽ നമുക്ക് ഇതിൻ്റെ ബേസിലാണ് പറയാനുള്ളതൊക്കെ. ഇതാണ് വേദസാരം. ഒന്നാമത്തത് വേദസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാരുടെ ഉള്ളിലുണ്ടായിരുന്ന ജിജ്ഞാസ. എന്തായിരുന്നു ചോദ്യം? ശരീരത്തെക്കുറിച്ചായിരുന്നില്ല അവരുടെ ചിന്തകൾ, മനസ്സിനെക്കുറിച്ചായിരുന്നു. മനസ്സിനെക്കുറിച്ചുള്ള ചോദ്യം എന്തായിരുന്നു? മനസ്സ് എവിടെ നിന്ന് വന്നു? അപ്പോൾ അവർക്കതിൻ്റെ യുക്തി കണ്ടെത്തി ശരീരത്തെ എന്താണോ നിലനിർത്തുന്നത് അത് തന്നെയായിരിക്കണം മനസ്സിനെ നിലനിർത്തുന്നത്. ശരീരത്തെ നിലനിർത്തുന്നത് പ്രകൃതിയാണ്, പഞ്ചമഹാഭൂതങ്ങളാണ്. അതുകൊണ്ട് അത് തിരിച്ചു പോവേണ്ടതും പഞ്ചഭൂതം. മനസ്സിനെ നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമുള്ളത് കൊണ്ടാണെങ്കിൽ അതിന് തിരിച്ചു പോവേണ്ടതും.
അപ്പൊ അവരവിടെ പറഞ്ഞു, അങ്ങനെ മനസ്സതിൽ എത്തിച്ചേരുന്നതാണ് മോക്ഷം. ശരീരം പ്രകൃതിയിലേക്ക് ചേരുമ്പോൾ ശരീരത്തിനും മോക്ഷം കിട്ടി, മനസ്സ് അതിൻ്റെ ഉറവിടമായ ചൈതന്യത്തിലേക്ക് ചേരുമ്പം അതിനും പൂർണ്ണം ഇതുമായി, അതും പൂർണ്ണമായി, പൂർണ്ണം അവശേഷിച്ചത്. അപ്പോ അവരുടെ ചോദ്യം ഇതായിരുന്നു, അത് പൂർണ്ണമായിട്ടില്ലെങ്കിലോ വീണ്ടും തിരിച്ചു വരേണ്ടത്, എത്ര ജന്മം അതിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അതിലേക്ക് എത്തണമെങ്കിലോ എങ്ങനെയുള്ള മനസ്സിനെ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ? അപ്പൊ അവർക്ക് മനസ്സിലായി, വിവേകമുള്ള സമബുദ്ധിയുള്ള മനസ്സിനെ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? എങ്ങനെയുള്ള മനസ്സ് വേണം? ആ വിവേകമുള്ള മനസ്സുണ്ടാവണമെങ്കിൽ ഞാൻ ശിഷ്യനാവണം. രണ്ട് കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. ഒന്ന്, എന്ത് സംഭവിച്ചാലും എന്നെ തളർത്തുന്നത് ചുറ്റുപാടല്ല, എൻ്റെ എങ്ങനെയുള്ള മനസ്സ്? അവിവേകമുള്ള മനസ്സ്. അപ്പൊ എനിക്ക് എങ്ങനെയുള്ള മനസ്സ് വേണം? വിവേകം. അത് നേടിയെടുക്കാൻ എനിക്ക് ജിജ്ഞാസ വേണം. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നല്ലവണ്ണം കേട്ട് ഭാഗവതവും എന്തു പഠിക്കുമ്പോഴും എൻ്റെ അവിവേക മനസ്സിനെ ഞാൻ ക്രമേണ മാറ്റി എന്താക്കി കൊണ്ടുവരണം? വിവേകമുള്ള മനസ്സാക്കി കൊണ്ടുവരണം. വിശദ വിവരങ്ങൾക്ക്